പിണറായി ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു കഥയിലൊരു സംഭവം അവർ അവതരിപ്പിച്ചു. പിണറായി പറഞ്ഞു, ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയാണ്, രാജീവൻ വിളിച്ചു. രാജീവൻ പറഞ്ഞു, ഒരു വ്യവസായം തുടങ്ങാനുള്ള ഒരു സംരംഭവുമായിട്ട് ഒരാൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുന്നു, വന്നോട്ടെ പറഞ്ഞു. രാജീവനും കൂട്ടി വന്നു. രാജീവനും കൂട്ടി വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സൗഹൃദത്തിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ കേരളീയനല്ല, അപ്പോൾ ഇന്ത്യക്കാരനുമല്ല, വിദേശിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തെ, നിങ്ങളെ ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയും വലുതാന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അത് ഏറ്റവും അവസാനമാണ് പിണറായി പറഞ്ഞത്. പിണറായി ചോദിച്ചു, എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ചെറിയൊരു സംഖ്യ, 1000, 2000 ഒക്കെയാണ് പിണറായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ വരികയാണ്. അപ്പോഴും പിണറായി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ കേരളത്തെ തിരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം പറയാണ്, സമാധാനപരമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തി മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന നാടിനെപ്പറ്റി ഞങ്ങൾ പരിശോധിച്ചപ്പോ അതിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത് കാണുന്നത് കേരളത്തെയാണ് എന്നാണ് എന്നോട് ആ വ്യവസായി പറഞ്ഞത്. നിക്ഷേപം തേടി കഴിഞ്ഞ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകൾ 25 വിദേശ യാത്രകൾ. അതിൽ നിന്ന് കേരളത്തിലെ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് നിക്ഷേപത്തിനായി ഒരു ധാരണാപത്രം ഒന്നുപോലും ഒപ്പുവച്ചതായി വിവരമില്ലെന്നാണ് വ്യവസായ വകുപ്പ് തന്നെ പറയുന്നത്. 2016 മുതൽ 2025 വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത്. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മകളും കൊച്ചുമകനുമൊക്കെ കൂടെയുണ്ടായിരുന്നു. 10 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടിക കാണുക. UAE, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലൻഡ്സ് എന്നിവ. ഇതിൽ അമേരിക്ക ഒഴിച്ചുള്ളതെല്ലാം ഖജനാവിൽ നിന്നും കോടികൾ ചെലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകൾ. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിലായിരുന്നു ഈ യാത്രകളെല്ലാം. ബിസിനസ് സമ്മിറ്റ്, റോഡ് ഷോ, നിക്ഷേപ ഉച്ചകോടി, അങ്ങനെ എല്ലാം കേമമായി നടത്തി. ഇനി വിദേശ നിക്ഷേപം സംബന്ധിച്ചുള്ള കേരളത്തിലെ നോഡൽ ഏജൻസിയായ KSIDC നൽകിയ മറുപടി കാണുക. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ ഏതെങ്കിലും ധാരണാപത്രം ഒപ്പിട്ടതായി വിവരമില്ല. വിദേശയാത്രകളിൽ KSIDC നേരിട്ടിടപെട്ട ഒരു താൽപര്യപത്രം ഒപ്പുവച്ചിട്ടില്ല. ഏതെങ്കിലും താൽപര്യപത്രം ഒപ്പുവെച്ചതിൽ KSIDC പങ്കാളിയായിട്ടില്ലെന്നും ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. 2019 ജനീവയിൽ നിക്ഷേപ ഉച്ചകോടിക്ക് പോയത് ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും ഒപ്പം കൂട്ടി. ഇനി ഓരോ യാത്രയും കഴിഞ്ഞ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികൾ കാണുക. 2022 നോർവേ യാത്രയിൽ ഒരു കമ്പനി മാത്രം 150 കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മറുപടി. ഇലക്ട്രോണിക് ബാറ്ററി ഉൽപാദന ഫാക്ടറി, ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപം എന്നിവ വേറെ. 2022 ഇംഗ്ലണ്ട് സന്ദർശിച്ച ശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വക കോടികളെ നിക്ഷേപം വരുമെന്ന്. 2019 സന്ദർശനം നടത്തിയത് ദുബായ്, ജപ്പാൻ, കൊറിയ എന്നിവിടങ്ങളിൽ. ജപ്പാനും കൊറിയയിൽ നിന്നുമായി 300 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും പ്രഖ്യാപിച്ചു. ജപ്പാനിലേക്ക് സർക്കാർ ചെലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെ. സംഘങ്ങൾക്ക് പ്രതിദിന ചെലവിനായി $100 വേറെയും നൽകിയിരുന്നു. UAE സർക്കാർ $500 മില്യൺ നിക്ഷേപം നടത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതും പാഴ്വാക്കായി.